ഭൗമരാഷ്ട്രീയം വളരെ സങ്കീർണമാണ്. ഒരു പ്രത്യേക പ്രദേശത്ത് നടക്കുന്ന ആക്രമണം, ഒരുപക്ഷെ യുദ്ധം അല്ലെങ്കിൽ സായുധ വിപ്ലവം, അതിൻ്റെ അനുരണങ്ങൾ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. പറഞ്ഞു വരുന്നത്, ഇറാനിൽ അമേരിക്ക നടത്താൻ സാധ്യതയുള്ള ആക്രമണം അത് ഇമ്മിനന്റ് ആണ് എന്ന് ചിലർ വിശ്വസിക്കുന്നു. അതിനുള്ള ബിൽഡപ്പാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ആ സംഭവിക്കുന്ന നിമിഷം ഇറാനിൽ മാത്രമായി അത് ഒതുങ്ങി നിൽക്കില്ല എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്ക് നിലപാടുകൾ വ്യക്തമാക്കേണ്ടി വരും. ഇന്ത്യ ഉൾപ്പെടെയുള്ള സമീപ രാജ്യങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കേണ്ടി വരും. അവിടെയാണ് സാധ്യതകൾ അവലോകനം ചെയ്യേണ്ടത്. കാരണം ഒരു സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിവരണം നൽകുന്ന ഒരു പതിവ് എല്ലാവർക്കുമുണ്ട്. അതല്ല, ഒരു സംഭവം നടക്കാൻ സാധ്യതയുള്ള പൂർണ്ണമായി തള്ളിക്കളയാനാവില്ലല്ലോ. അമേരിക്കൻ ഇടപെടൽ ഇറാനിൽ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഇടപെടലുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇറാനിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നത്. ആ സംഘർഷത്തിന്റെ അവസാനം ഫിസിൽ ഔട്ട് 2022 മാഷ അമിനി കൊല്ലപ്പെട്ടു. ഇറാനുള്ളിലെ സദാചാര പോലീസ് മാഷ അമിനിയെ കൊല ചെയ്തു. ഹിജാബ് വിവാദമായിരുന്നു വിഷയം. ശിരോവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷൻ. അവിടെ ജനം തെരുവിലിറങ്ങി. പക്ഷെ അത് ലോക്കലൈസായി മാറി. അമേരിക്ക കാര്യമായി ഇടപെട്ടില്ല, മറ്റു രാജ്യങ്ങളും ഇടപെട്ടില്ല. ആഭ്യന്തരമായി മാത്രം ഒതുങ്ങിയ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറി. അങ്ങനെ ഓരോ 5 വർഷം 6 വർഷം കൂടുമ്പോഴും ഇറാനിൽ 1979 മുതൽ തന്നെ ചെറിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദേശവ്യാപകമായി തന്നെ. അത് ഈ ലെവലിലുള്ള ഇപ്പോൾ നടക്കുന്ന സ്കെയിലിലുമുള്ള പ്രക്ഷോഭങ്ങൾ നടന്നിട്ടില്ല കഴിഞ്ഞ 1979 ശേഷം നാളിതുവരെ. അങ്ങനെയാണ് അമേരിക്കയുടെ കൃത്യമായ ആസൂത്രണം, കൃത്യമായ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇറാന്റെ പരമാധ്യക്ഷൻ അയത്തുള്ള അലി ഖുമൈനി പറയുകയും ചെയ്തു, ദിസ് ഈസ് അമേരിക്ക എൻജിനീയർഡ് അൺറസ്റ്റ് ഇൻ ഇറാൻ. ഇസ്രയേലും അമേരിക്കൻ തന്നെയാണ് അതിന് പിന്നിൽ എന്ന് തന്നെയാണ് ഇറാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇറാന്റെ രാഷ്ട്രീയ മത നേതൃത്വം വിശ്വസിക്കുന്നത്. ജനത എങ്ങനെ ആവില്ല. ജനത ഒരുപക്ഷെ അമേരിക്കൻ വെനിസ്വേലയിലെ ജനതയുടെ ഒരു ഭാഗമെങ്കിലും ചിന്തിച്ചു, അമേരിക്ക അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് തങ്ങളെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തുക. പക്ഷെ നോക്കൂ, അമേരിക്ക തന്നെയാണ് അവസ്ഥ ഉണ്ടാക്കിയത്. കടുത്ത ഉപരോധത്തിലൂടെ വെനിസ്വേലയിൽ എന്താണോ ചെയ്തത്, കടുത്ത ഉപരോധത്തിലൂടെ വെനിസ്വേലയിൽ പട്ടിണിയും ദാരിദ്ര്യവുമായി വെനിസ്വേലയുടെ സമ്പത്ത് വിൽക്കാനാവാതെ വന്നു. എണ്ണ വിൽക്കാനാവാതെ വന്നു. ഇറാന്റെയും എണ്ണ വിൽക്കാനാവാതെ വരുന്ന ഉപരോധം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി വിലക്കയറ്റം ഉണ്ടാകും, സ്വാഭാവികമായി നാണ്യപ്പെരുപ്പം ഉണ്ടാകും, സ്വാഭാവികമായി ഭക്ഷ്യ ദൗർലഭ്യമുണ്ടാകും, സ്വാഭാവികമായി ജനം തെരുവിലിറങ്ങും. അങ്ങനെ തെരുവിലിറങ്ങി. ഇനി വരാൻ പോകുന്നത് അമേരിക്കൻ ആക്രമണം ആണ് എങ്കിൽ വാട്ട് വിൽ റഷ്യ ഡു, വാട്ട് വിൽ ചൈന ഡു? അവിടെയാണ് ലാർജർ ജിയോ പൊളിറ്റിക്കൽ സാധ്യതകൾ നമ്മൾ അവലോകനം ചെയ്യേണ്ടത്. നോക്കൂ, ഇപ്പോൾ തന്നെ റഷ്യ ഒരു യുദ്ധത്തിന്റെ നടുവിലാണ്, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. റഷ്യ ഒരു വെയിറ്റിംഗ് ഗെയിം, അല്ലെങ്കിൽ വളരെ ആലോചിച്ച് ഉറപ്പിച്ച ഒരു തീരുമാനം, വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് റഷ്യ. അങ്ങനെ ഉക്രൈന്റെ കിഴക്കൻ മേഖല ഏതാണ്ട് പൂർണ്ണമായി, ഡോൺബാസ് മേഖല ഏതാണ്ട് 90%, ഡൊണസ്ക് ലുഹാൻസ് പ്രവിശ്യകൾ ഏതാണ്ട് പൂർണ്ണമായി കീഴടക്കി. സപ്രോഷിയയിലും ഖേഴ്സ്റ്റനിലും പിടിമുറുക്കി. നേരത്തെ തന്നെ ക്രൈമിയ അങ്ങേറ്റെടുത്തു. അങ്ങ് റഷ്യ ആഗ്രഹിച്ച റഷ്യൻ ഭാഷ സംസാരിക്കുന്ന, റഷ്യൻ സംസ്കാരമുള്ള ഇടങ്ങളിൽ പിടിമുറുക്കി. റഷ്യക്കെതിരെ അമേരിക്ക ആദ്യമൊക്കെ ശ്രമിച്ചു. പക്ഷെ പിന്നീട് റഷ്യയെ ഒരു പ്രീണിപ്പിക്കുന്ന നയമായി, പിന്നീട് റഷ്യയെ ഭീഷണിപ്പെടുത്തുന്ന നയമായി, പിന്നെ വീണ്ടും റഷ്യയുമായി ചർച്ച ചെയ്യുന്ന നയമായി. അപ്പൊ ട്രംപ് തന്നെ, ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് തന്നെ മാറിയും മറിഞ്ഞും ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ തന്നെ റഷ്യ നയത്തിൽ ചെറിയ നീക്കുപോക്കുകൾ നടത്തിയതായി കാണാം. പക്ഷെ റഷ്യ ഇപ്പോഴും സാമ്പത്തികമായി ബ്ലീഡ് ചെയ്യുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട് അവിടെ, സമ്മതിക്കുന്നു. പക്ഷേ റഷ്യ ഈസ് ഫേംലി എൻട്രെഞ്ച്ഡ്. ഇനി നോക്കൂ, ചൈനയുടെ കാര്യം നോക്കൂ. ഇറാനെ സഹായിക്കേണ്ട സഖ്യരാജ്യങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചൈനയുടെ കാര്യം നോക്കൂ. ചൈനയ്ക്ക് സ്ഥിതിഗതികൾ ശാന്തമാണ് പൊതുവെ ആഭ്യന്തരമായി. ഇടയ്ക്കൊക്കെ നമ്മൾ കേട്ടു ചൈനയിൽ ഷി ജിൻപിങ്ങിനെതിരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തിരുത്തൽ അറ്റംപ്റ്റുകളുണ്ട് എന്നെല്ലാം തന്നെ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ചൈനയിൽ ഒരു ചിന്തയുണ്ട്, റഷ്യക്ക് സംഭവിച്ചത് ചൈനയ്ക്ക് സംഭവിക്കരുത്. പ്രത്യയശാസ്ത്രത്തിന്റെ പേര് പറഞ്ഞ് ലോകത്തെല്ലായിടത്തും റഷ്യ ചെയ്തതുപോലെ ഇടപെടാനാണെങ്കിൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥ
വിൽ ബ്ലീഡ്. അത് സാധിക്കരുത്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്യണം. ചില നീക്കുപോക്കുകൾ അമേരിക്കയുമായി ഉണ്ടാക്കണം. സാമ്പത്തിക രംഗത്തും കട്ട കമ്മ്യൂണിസം പാടില്ല. ഇക്കണോമിക് ക്യാപിറ്റലിസം ആൻഡ് പൊളിറ്റിക്കൽ കമ്മ്യൂണിസം, അതിന്റെ സമഗ്രമായ സംയോജനമാണ് ചൈനയിലെ രാഷ്ട്രീയ വ്യവസ്ഥിതി. അപ്പൊ അതുകൊണ്ട് വിദേശ ഇടപെടലുകൾ മുൻകാലങ്ങളിലും ചൈന കാര്യമായ വിദേശ ഇടപെടലുകൾ നടത്തിയിട്ടില്ല. മറ്റ് രാജ്യങ്ങളുടെ യുദ്ധങ്ങൾ ചൈന ഏറ്റെടുത്ത ഒരു ചരിത്രമില്ല. പക്ഷെ ചൈനയ്ക്ക് ചൈനയുടേതായ സാമ്രാജ്യത്വ മോഹങ്ങളുണ്ട്. 5 ഫിംഗർ പോളിസി നമുക്കറിയാം. ഇന്ത്യക്കെതിരെ ഉള്ള അരുണാചൽ പ്രദേശും സിക്കിമും ഒക്കെ ഇങ്ങ് പോരട്ടെ, അല്ലെങ്കിൽ ലഡാക്ക് ഇങ്ങ് പോരട്ടെ എന്നല്ലേ പറയുന്നത്. നേപ്പാളും ഭൂട്ടാനും കിട്ടിയെങ്കിൽ നല്ലത്. ഇതൊക്കെ ചൈനയുടെ പോളിസീസാണ്. അത് മാത്രമല്ല, ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങൾ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, മിക്ക രാജ്യങ്ങളുമായും, ഫിലിപ്പീൻസുമായി, ഇന്തോനേഷ്യയുമായി, തൈവാനുമായി എന്ന് വേണ്ട, ബർമയുമായി, വിയറ്റ്നാമുമായി, ലാവോസുമായി, കംബോഡിയയുമായി ഒക്കെ തന്നെ ചൈനയ്ക്ക് അതിർത്തി തർക്കങ്ങളോ അവർ നിയന്ത്രിക്കുന്ന ദ്വീപുകളിന്മേലുള്ള അവകാശവാദങ്ങളോ ഉണ്ട്. അപ്പോൾ സൗത്ത് ചൈന സീ ഈസ് എ വെരി വെരി ഡർട്ടി പ്ലേസ് ഫോർ ഗെയിം പോളിറ്റിക്സ്. അത് സംഭവിക്കുന്നു. പക്ഷെ ചൈനയുടെ യുദ്ധങ്ങളാണ് ചെയ്യുന്നത്. ചൈനയുടെ കടന്നുകയറ്റങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചൈന ഊറിച്ചിരിക്കുന്നുണ്ടാവാം. അമേരിക്ക വെനിസ്വേലയിലേക്ക് കയറി കിട്ടിയത് ഉർവശി ശാപം ഉപകാരം എന്ന നിലയിൽ ചൈന കാണും. എന്തുകൊണ്ടാണ്? ചൈനയ്ക്കുള്ള എണ്ണ സപ്ലൈ ഒരുപക്ഷെ ഉപരോധത്തിൽ കൂടുതലും വലയും. കാരണം വെനിസ്വേല 80% എണ്ണയും വിറ്റിരുന്നത് ചൈനയ്ക്കാണ്. ചൈനയ്ക്ക് ആവശ്യം എണ്ണയാണ്. പക്ഷെ ചൈനയ്ക്ക് ഇറാനിൽ പ്രശ്നമുണ്ടായാൽ, ഇറാനിൽ നിന്നുൾപ്പെടെയുള്ള എണ്ണ ലഭിക്കാതെ പോയാലോ, പിന്നെ ചൈന പൂർണ്ണമായി എണ്ണയ്ക്ക് വേണ്ടി റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് ചൈന പൂർണ്ണമായി ആഗ്രഹിക്കുന്നില്ല. റഷ്യ ചൈന ബന്ധങ്ങളൊക്കെ സുദൃഢമാണ്. പക്ഷെ അത് മാത്രം പോരാതെ വരാം. ചൈനയ്ക്ക് വെനിസ്വേലൻ എണ്ണ വേണം, ഇറാനിയൻ എണ്ണ വേണം. ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്ക സ്വാധീന മേഖലയായി മാറുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടായി വരാം. അത് മാത്രമല്ല, ചൈന കാണുന്ന മറ്റൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട്, ആരും പ്രതീക്ഷിക്കാത്ത ഈ അവസരം, എല്ലാ കണ്ണുകളും അമേരിക്കയ്ക്ക് നേരെയാണ്. ഡൊണാൾഡ് ട്രംപ് എന്ത് പറയുന്നു ചെയ്യുന്നു എന്നാണ്. ഒരാൾ പോലും ഷി ജിൻപിങ്ങിനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഓർക്കണം. പക്ഷേ വളരെ രഹസ്യമായി തൈവാൻ ഓപ്പറേഷൻ ചൈന നടത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എന്റെ പക്ഷം. എന്തുകൊണ്ടാണ്? ഏറെക്കാലമായി ചൈന ആഗ്രഹിക്കുന്നതാണ് ചൈനകളുടെ യൂണിഫിക്കേഷൻ. അതായത് റിപ്പബ്ലിക് ഓഫ് ചൈന, അല്ലെങ്കിൽ പണ്ട് ഫോർമോസ എന്ന് വിളിച്ചിരുന്ന ഇപ്പോൾ തൈവാൻ എന്ന് വിളിക്കുന്ന ചൈന. പണ്ടൊക്കെ നമുക്ക് മെയ്ഡ് ഇൻ ചൈന സാധനങ്ങൾ കിട്ടുന്ന തൈവാനിൽ നിന്നാണ്, ചൈനയിൽ നിന്നല്ല. അപ്പോൾ റിപ്പബ്ലിക് ഓഫ് ചൈന, അതായത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, PRC എന്ന യഥാർത്ഥത്തിലെ വലിയ ചൈന, ബീജിംഗ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഷാങ്ഹായ് ഒക്കെയുള്ള വലിയ ചൈന, ആ ചൈനയാണല്ലോ കമ്മ്യൂണിസ്റ്റ് ചൈന. മറ്റേ ചൈന ക്യാപിറ്റലിസ്റ്റ് ചൈനയല്ലേ? അവിടെ ദേശീയവാദികൾ ചിയാങ് കൈഷക്കും ഒക്കെ ഓടിപ്പോന്ന മണ്ണല്ലേ? അപ്പോൾ ആ ഒരു മണ്ണിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ്, ബ്രിട്ടന്റെയും യൂറോപ്യൻ സമൂഹത്തിന്റെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് തൈവാൻ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ തൈവാനെ കൈയടക്കാനുള്ള ഒരു ശ്രമം ചൈന നടത്തിയാൽ ധാർമ്മികമായി അമേരിക്കയ്ക്ക് എതിർക്കാനാവുമോ? വെനിസ്വേലയിൽ കയറി, അമേരിക്കയുടെ ഭാഗമൊന്നും അല്ലല്ലോ, അമേരിക്കയ്ക്ക് ഒരു ക്ലെയിമുള്ള ഭൂമിയുമല്ലല്ലോ, അവിടെ കയറി പ്രസിഡന്റിനെയും ഭാര്യയെ പിടിച്ചുകൊണ്ട് പോവുകയും അവിടെ ഭരണമാറ്റത്തിനുള്ള വളരെ അകലക്കിടക്കുന്ന വെനിസ്വേലയിൽ അതിനുള്ള ഉത്തരവിടുകയും ചെയ്യുന്ന ട്രംപിന് ചൈന സ്വന്തം പ്രദേശമായി കരുതുന്ന ഫോർമോസ ഏറ്റെടുത്താൽ എങ്ങനെ എതിർക്കാനാവും? നോർത്ത് കൊറിയൻ നേതാവ് കിം ജോങ്ങിനും ഒരു മോഹമുണ്ടാകുമല്ലോ, കൊറിയകളുടെ യൂണിഫിക്കേഷൻ. കൊറിയ, സൗത്ത് കൊറിയ ഏറ്റെടുക്കാൻ ഈ പ്യോങ്യാങ്ങിൽ നിന്നുകൊണ്ട് നോർത്ത് കൊറിയ അങ്ങോട്ട് ചിന്തിച്ചാൽ എന്താവും അവസ്ഥ? വലിയ മിസൈലുകൾ ഉണ്ടല്ലോ, വലിയ ആയുധ സന്നാഹമുണ്ടല്ലോ. ജപ്പാൻ വൾണറബിൾ ആവില്ലേ? ജപ്പാന്റെ സുരക്ഷ നൽകുന്നത് അമേരിക്കയാണ്. സൗത്ത് കൊറിയയ്ക്കും ജപ്പാനും ഒക്കെ ചൈനയിൽ നിന്നും നോർത്ത് കൊറിയയിൽ നിന്നും ഒക്കെ സുരക്ഷ നൽകുന്നത് അമേരിക്കയാണ്. അമേരിക്ക ഒരുപാട് യുദ്ധങ്ങൾ ഒരേ സമയത്ത് ഇറാനിലും വെനിസ്വേലയിലും മറ്റിടങ്ങളിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ വിന്യാസം ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് ലോകമഹായുദ്ധം, മതവാങ്കയൊക്കെ പറയുന്ന പോലെ 2026 ലോകമഹായുദ്ധങ്ങളുടെ വർഷമാവുമോ എന്ന ആശങ്ക ഈ ജനുവരി മാസം ആദ്യം തന്നെ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ കോറിയിടുന്ന ചിലരുണ്ട്. അത് പൂർണ്ണമായ അസ്ഥാനത്തല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഇവിടെ ഒരു വിപത്ത്, വിനാശം വിളിച്ചു വരുത്തുന്ന ഒരു നടപടിയല്ലേ ഇത്? അങ്ങനെയെങ്കിൽ ഇറാനിൽ ആക്ച്വൽ അമേരിക്കൻ ഇടപെടൽ, ഏറിയൽ യുദ്ധമാണെങ്കിൽ ശരി, കാര്യമായ പ്രശ്നങ്ങളില്ലായിരിക്കും. ഏറിയൽ യുദ്ധമാണ്, അവിടെ കുറെ ബോംബാർഡ്മെന്റ് ഉണ്ട്, ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി കുറച്ചുകൂടി നശിപ്പിച്ചു, മിസൈൽ സങ്കേതങ്ങൾ നശിപ്പിക്കുന്നു. ഓക്കെ, ഒരുപക്ഷെ റഷ്യ ഇടപെടില്ല, ചൈന ഇടപെടില്ല. പക്ഷെ ഒരു ഭരണമാറ്റം, അമേരിക്കയുടെ ആക്റ്റീവ് ഫിസിക്കൽ പ്രസൻസോടുകൂടി അമേരിക്കൻ സൈന്യം ഇറാനിൽ പ്രവേശിച്ചാൽ അയൽ രാജ്യങ്ങൾ, പ്രത്യേകിച്ച്
റഷ്യയും ചൈനയും കയ്യും കെട്ടി നോക്കിയിരിക്കുമോ? അത് ഹിറ്റ്ലർ അയൽ രാജ്യങ്ങളിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് മുൻപുള്ള കാലങ്ങളിൽ ജർമ്മൻ ഏകാധിപതി നാസി ഭരണാധികാരി ഫ്യൂറർ അല്ലെങ്കിൽ തേർഡ് റീജിയന്റെ ചുമതലക്കാരൻ അഡോൾഫ് ഹിറ്റ്ലർ ചെയ്തപ്പോൾ, പലപ്പോഴും അധിനിവേശം നടത്തിയപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ പറഞ്ഞു, ഇത് ഞങ്ങളുടെ പ്രദേശങ്ങളല്ലോ, ഞങ്ങൾ നിഷ്പക്ഷത പാലിക്കുന്നു, ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ മൈൻഡ് ചെയ്യാതിരുന്നതിന്റെ ഫലമാണ് ആത്യന്തികമായി രണ്ടാം ലോകമഹായുദ്ധം സംഭവിച്ചത്. അങ്ങനെ സംഭവിക്കാൻ റഷ്യയും ചൈനയും അനുമതി കൊടുക്കുമോ? അതോ അവർ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായും എസ്കലേഷൻ മോഡിലേക്ക് പോകില്ലേ? പ്രത്യേകിച്ച് ഒരു റഷ്യൻ പതാക ഏന്തിയ വെനിസ്വേലൻ എണ്ണ കപ്പലുകൾ 2 ദിവസം മുൻപ് അമേരിക്ക ഐസ്ലൻഡിന്റെ കോസ്റ്റിൽ വെച്ച് പിടിച്ചെടുത്തതായി വാർത്തകൾ വന്നല്ലോ. അപ്പൊ അമേരിക്ക നേരിട്ടുള്ള റഷ്യൻ ചിഹ്നങ്ങളെ അല്ലെങ്കിൽ റഷ്യൻ സ്വാധീന മേഖലകളെ പോലും ആക്രമിക്കാൻ മടിക്കില്ല എന്ന സൂചനയാണ് നൽകുന്നത്. അപ്പം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ പഴങ്കഥയായി എന്ന് അമേരിക്ക ലോകത്തോടായി പറയുന്നതിന് തുല്യമാണ് ഇപ്പോൾ കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ റഷ്യയും ചൈനയും മാറി ചിന്തിച്ചാൽ ആത്യന്തികമായി ഇന്ത്യ എവിടെ നിൽക്കും? ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഭാരതം സ്ഥിതിഗതികൾ പഠിക്കുകയാണ്. ഇപ്പോൾ വ്യാപാര ചർച്ചകളുടെ ഒരു ആലസ്യത്തിലാണ്. ഏത് ഘട്ടത്തിൽ അമേരിക്കയുമായി സന്ധി ചെയ്ത് വ്യാപാര ചർച്ചയൊക്കെ നടത്തി ഇന്ത്യക്ക് പരമാവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ചർച്ചകൾ കൂടി ചെയ്യണം. ട്രംപ് മോദിയെ വിളിച്ചോ, മോദി ട്രംപിനെ വിളിച്ചോ എന്ന രീതിയിലുള്ള ഈ ചില ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. മോദി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ താൻ അങ്ങ് ഒപ്പിട്ടേനേം എന്ന് ട്രംപ് പറഞ്ഞു എന്ന രീതിയിൽ അവരുടെ വാണിജ്യ സെക്രട്ടറി പറയുന്നു. ഇതെല്ലാം തന്നെ കുറെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സമഗ്രമായ ഒരു വ്യാപാര കരാർ ഉണ്ടായേക്കാം, ഉണ്ടാകാതിരിക്കാം. പക്ഷേ ഇറാനിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു നിലപാടെടുക്കേണ്ടി വരും. അത് അമേരിക്ക അനുകൂല നിലപാടാണോ എടുക്കുന്നത്, വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് നീങ്ങേണ്ടി വരുമോ എന്നത് ഇപ്പോൾ കൃത്യമായ ഒരു സൂചനയില്ല. പക്ഷേ റഷ്യ ഒരു വലിയ ഘടകമാണ്. കാരണം ഇന്ത്യക്ക് എണ്ണ എത്തിക്കാനുള്ള ചുമതല റഷ്യക്കുണ്ട്. ഇന്ത്യക്ക് എണ്ണ ആവശ്യമുണ്ട്, ക്രൂഡ് ഓയിൽ ആവശ്യമുണ്ട്. ഒന്നുകിൽ അമേരിക്ക വെനിസ്വേലയിൽ നിന്നും റൂട്ട് ചെയ്യുന്ന ക്രൂഡ് ഓയിൽ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള, അതാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പൊതുവെ ഉണ്ടാകുന്ന ഒരു നിഗമനം. വെനിസ്വേലയിൽ വലിയ എണ്ണ സമ്പത്ത് അമേരിക്കൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അമേരിക്കൻ ഓയിൽ കമ്പനികൾക്ക് അത് ഡ്രിൽ ചെയ്തെടുക്കാൻ കഴിയും. അത് സമ്പുഷ്ടീകരിക്കാൻ ഇന്ത്യക്ക് കഴിയും. റിലയൻസ് പെട്രോളിയം ഉൾപ്പെടെയുള്ള വൻപൻ എണ്ണ ശുദ്ധീകരണ സംവിധാനങ്ങൾ ഇന്ത്യക്കുണ്ട്. ഇന്ത്യ അത് കാത്തിരിക്കുകയാണോ? അതോ ആ ബന്ധം, കുറെ കാലം ഉണ്ടായിരുന്ന അമേരിക്ക ബന്ധം കുറച്ചുകൂടെ ഒന്ന് പതുക്കെയാക്കിക്കൊണ്ട് പുതിയ എമർജിംഗ് ലോകക്രമത്തിന് വേണ്ടി ബ്രിക്സിന് വേണ്ടി നിൽക്കാനാവുമോ? ഇപ്പോൾ ബ്രിക്സിൽ അംഗമാണ് ഇന്ത്യ, പക്ഷെ ബ്രിക്സ് ബാങ്കിലും അംഗമാണ്. പക്ഷെ ബ്രിക്സ് സമ്പദ് വ്യവസ്ഥകൾ കുറച്ചുകൂടി ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ കഴിയുമോ? അവിടെയാണ് ചൈന ഫാക്ടർ വരുന്നത്. ഇന്ത്യക്ക് ഏറെ ആലോചിക്കാനുണ്ട്. ചൈന എന്ന പൊതുശത്രു, എക്കാലത്തെയും ശത്രു, എക്കാലത്തും ഇന്ത്യക്ക് ഭീഷണി ഉയർത്തിയിരുന്ന ചൈന ഉൾപ്പെടുന്ന ഒരു സാമ്പത്തിക സഖ്യത്തിലേക്ക് ഇന്ത്യ തലവെച്ചു കൊടുത്താൽ എന്തായിരിക്കും ആത്യന്തര ഫലം? വലിയ രീതിയിലുള്ള ചിന്തകൾ ഇന്ത്യയിൽ നടക്കുന്നു. ഇപ്പോൾ അത് സാമാന്യ ജനം ആകെ അമ്പരപ്പിലാണ്. ഇത് എങ്ങനെയാണ് ഉന്നത തലത്തിൽ നടക്കുന്ന ചർച്ചകളുടെ ഒരു ഇതിവൃത്തം? അത് വളരെ ദുരൂഹമാണ്. അതുകൊണ്ട് ഇന്ത്യ ഈസ് പ്ലേയിങ് എ വെയിറ്റിംഗ് ഗെയിം. ഒരു അക്ഷരം വെനിസ്വേലയുടെ കാര്യത്തിൽ ഇന്ത്യ പറഞ്ഞത് ഓർക്കൂ. വെനിസ്വേലയുടെ ജനങ്ങളോട് ഞങ്ങൾ ഐക്യദാർഢ്യം പുലർത്തുന്നു. പക്ഷെ മഡൂറോയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, അല്ലെ? അമേരിക്കയുടെ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിട്ടുമില്ല. അപ്പോൾ വളരെ വെയിറ്റിംഗ് ഗെയിമാണ്. ഇന്ത്യ ഈസ് പ്ലേയിങ് കാർഡ്സ് വെരി ക്ലോസ് ടു ദ ചെസ്റ്റ് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ചൈനയും റഷ്യയും ഇടപെടാനുള്ള സാധ്യതയുണ്ട്. ഏത് രൂപത്തിൽ ആണ് ഇടപെടുന്നത്? പ്രസ്താവനകളിലൂടെ മാത്രമുള്ള ഇടപെടലാണോ? UN സെക്യൂരിറ്റി കൗൺസിലെ വീറ്റോ മാത്രമാകുമോ? അതോ സൈനികരെ എത്തിച്ചുകൊണ്ട് അമേരിക്കയുടെ ഒരു ഭൗതികമായ കടന്നുകയറ്റത്തെ ചെറുക്കാൻ ശ്രമിക്കുമോ? അതോ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഇതങ്ങ് കെട്ടണയുമോ? ഒരുപക്ഷെ കുറച്ചുകൂടി സ്വീകാര്യമാകുന്ന രീതിയിൽ ഇറാന്റെ ഭരണകൂടം മാറുകയും അവിടെ ഷാ പഹലവി രണ്ടാമന്റെ മകൻ റിസ പഹലവി വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി ജനങ്ങൾക്ക് ജനാഭിമുഖമായി നിൽക്കുന്ന ഒരു ഭരണകൂട മാറ്റം, ഒരുപക്ഷെ ഇറാനിൽ ഒരു മാറ്റം സംഭവിക്കുമെന്ന കാര്യത്തിൽ ഏതാണ് നിശ്ചയമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഘടന പൂർണ്ണമായി അട്ടിമറിക്കപ്പെടുമോ? അത് വയാ മീഡിയ വരുമോ? അയത്തുള്ള അലി ഖൊമൈനിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് സാധ്യമാകുമോ? അമേരിക്കയുടെ അഭിപ്രായത്തിൽ അത് സാധ്യമാവില്ല. അയത്തുള്ള അലി ഖൊമൈനി രാജിവെച്ചൊഴിയണം, അല്ലെങ്കിൽ ആ സ്ഥാനം ഇറാന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥാനത്തുനിന്ന് മാറണം. അയത്തുള്ള എന്ന സ്ഥാനം ഒരുപക്ഷെ നിലനിർത്തിക്കോട്ടെ, അത് റിലീജിയസ് ഒരു പദവിയാണ്. പക്ഷേ ഭരണപരമായ കാര്യങ്ങളിൽ മതനേതൃത്വത്തിന്റെ ഇടപെടല് ഇല്ലാത്ത ഒരു സംവിധാനത്തിലേക്കാണോ വരുന്നത്? ദ ലാസ്റ്റ് വേർഡ് ഫ്രം മൈ പാർട്ട്. അങ്ങനെ ഒരു മോഹം അമേരിക്കയ്ക്ക് ഉണ്ടാവാം. പക്ഷേ
അവസാന നിമിഷം അമേരിക്ക ഒരു റൈഡർ കൂടെ വെക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇറാനെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടത് അമേരിക്കയുടെ ആഗ്രഹമാണ്, ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? മധ്യപൗരസ്ത്യ പ്രദേശത്ത് അമേരിക്കയുടെ ആയുധങ്ങൾ വിറ്റഴിക്കണമെങ്കിൽ ഇസ്രയേലിനെ മാത്രം കാണിച്ചുകൊണ്ട് പറ്റില്ല. ഇറാനെ കൂടെ കാണിച്ച് ഒരു വിപത്താണ് ഇറാൻ, ഒരു സൈനിക ശക്തിയാണ് ഇറാൻ. അതുകൊണ്ട് അമേരിക്കയുടെ സേനാതാവളങ്ങൾ മധ്യപൗരസ്ത്യ പ്രദേശത്ത് എല്ലാം ഉണ്ടാകണം എന്ന ബിസിനസ്, മിലിറ്ററി, ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ ആഗ്രഹവും അവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ വളയ്ക്കുകയേ ചെയ്യൂ അമേരിക്ക. ഇറാന്റെ കാര്യത്തിൽ ഓടിക്കാൻ സാധ്യതയില്ല എന്നും നിഗമനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ ഇരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ചിത്രമാണ്. നമുക്കറിയില്ല നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന്. റഷ്യയും ചൈനയും അമേരിക്കൻ ഇടപെടലുണ്ടായാൽ റഷ്യയും ചൈനയും രംഗത്ത് വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അമേരിക്ക വളയ്ക്കുകയേ ചെയ്യൂ എങ്കിൽ ഒരുപക്ഷെ റഷ്യയും ചൈനയും സ്റ്റേറ്റസ് കോ തുടരട്ടെ എന്ന ഒരു ചിന്ത അഡോപ്റ്റ് ചെയ്യാനാണ് സാധ്യത. എന്നിരുന്നാലും ഇനിയുള്ള ഏതാനും ദിവസങ്ങളിലെങ്കിലും ചൈനയിലേക്കും റഷ്യയിലേക്കും ഇറാനിലേക്കും തന്നെയാവും ലോകത്തിന്റെ കണ്ണുകൾ.